ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ഇപ്പോൾ 2 വട്ടമായിട്ടോ ചക്ക തലയിൽ വീഴാൻ ജസ്റ്റ് മിസ്സായിട്ട് പോകുന്നു. അത് അപ്പുറത്തെ വീട്ടിലെ ചക്കയാണ് കേട്ടോ. പക്ഷേ ഇവിടെ മിക്ക ദിവസവും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചക്ക വീണ് കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ബക്കറ്റ് പൊട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പല്ലിയേക്കാൻ പോയി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചക്ക വീഴുന്നത് നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് കേട്ടോ രക്ഷപ്പെടുന്നത്. ഇപ്പോൾ 2 വട്ടമായി അങ്ങനെ ആ ചക്ക ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അകമാണ് കേട്ടോ ഈ കാണുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടാണ്. ആകെ കുറച്ചെങ്കിലും വെട്ടുണ്ടാകുന്നത് നമ്മുടെ റൂമിലാണ് കേട്ടോ. അപ്പോൾ ഹൈസി എഴുന്നേറ്റില്ല. ഹൈസി നല്ല ഉറക്കമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഹൈസീനെ എടുത്ത് എണീപ്പിച്ച് മേലേക്ക് പോയി. അതിനോട് ചെറിയ തുമ്മൽ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊന്നും ക്ലാസ്സിൽ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കിനെ കയറ്റിവിടാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഹൈസിക്കും കൂടെ കുറച്ച് നേരം നടന്നു. ഇക്കിയുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം മീൻകാരൻ വന്നപ്പോൾ ഞാൻ മീൻ വാങ്ങാമെന്ന് ചോദിച്ചു. കറിക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ 70 രൂപയുടെ മീനാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു വങ്കട എന്ന് പറയുന്ന മീനും ബാക്കി 3 അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അങ്ങനെ മീൻ വാങ്ങിച്ചിട്ട് വന്ന് ഞാൻ നേരെ നന്നാക്കി കയറാമെന്ന് വെച്ച് നന്നാക്കിയപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഇതാ ആ മീൻ കണ്ടില്ലേ, 70 രൂപയുടെ മീനാണിത്. ഇതിൻ്റെ ബാലൻസ് ആകെ മുള്ള് മാത്രമാണുള്ളത്. നല്ല കേടാണ് കേട്ടോ. ഇവിടെ വരുന്ന മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാണ് മീനുകൾ. അപ്പോൾ എന്തായാലും ഇനി വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറി വെച്ച് നമുക്ക് വലിയവർക്ക് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മീനൊക്കെ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട് വറുക്കുവാനുള്ളത്. പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി എടുക്കും കേട്ടോ. ഞാൻ മീൻ കറി വെക്കുന്നത് ഇങ്ങനെയാണിപ്പോൾ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് അത് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ സമയത്ത് തന്നെ അപ്പുറത്തെ കുക്കറിൽ ചോറ് വെച്ച് മാറ്റിയായിരുന്നു കേട്ടോ. ചോറ് മാറ്റിയതിന് ശേഷം ഞാനത് ചട്ടി വെച്ചിട്ട് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വെളിച്ചെണ്ണ അല്ല പാം ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ലതല്ലെന്ന് അറിയാൻ വന്നാലും ഇടയ്ക്കൊക്കെ ആവാം കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ മേലെ കയറിയപ്പോൾ കാന്താരി മുളക് പറിച്ചിട്ട് വന്നായിരുന്നു. അതാണ് ഞാൻ ചതച്ചിട്ട് ഇട്ടത് കേട്ടോ. അതും കുറച്ച് കറിവേപ്പില അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വന്നിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അരച്ച മിക്സ് ഇട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു. ഇനി പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചീഞ്ഞ മീനെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇരിക്കട്ടെ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. വേറെ ഒന്നും കറിക്കില്ലാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കത് നല്ലതുപോലെ അടച്ചു വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിൽ തേങ്ങ ഇറക്കണമെന്നൊന്നും കരുതിയതല്ല. എന്തായാലും കുറച്ച് തേങ്ങ കൂടെ അരച്ച് വളരെ കുറച്ച് തേങ്ങ എടുത്ത് അരച്ച് ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കറിയുടെ ടേസ്റ്റിൽ ചിലപ്പോൾ വല്ല വ്യത്യാസം വരുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് തേങ്ങയോടെ ചേർത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാളംപുളി എടുത്തിട്ട് കഴുകിയിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ 3 മീനുണ്ടല്ലോ നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ആ പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ നമ്മുടെ മീൻ വെച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ ഗ്യാപ്പിൽ ഞാൻ ഹൈസിമോനെ കുളിപ്പിച്ചിട്ടോ. പുറത്തുകൊണ്ടുപോയി കുളിപ്പിക്കാൻ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇവിടെയാണ് കേട്ടോ കുളിപ്പിക്കുക. ഇതാവുമ്പോൾ എനിക്കും സുഖമാണ്, അവനും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അവനെ കുളിപ്പിച്ച് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടേക്കൊന്ന് സോപ്പിൻ്റെ ഇതുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ പൊരിച്ചതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അതും മൂടി വെച്ചു. ചോറ് ഇപ്പുറത്ത് ഓൾറെഡി വിസിലൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കത് വാർത്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഹൈസി കുളിച്ച് അതിനും ഹൈസിയും കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെന്തോ സ്കൂളിൽ പോകുന്ന എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് ഒന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ കുറച്ച് അവർക്ക് കട്ട് ചെയ്ത് സ്നാക്സ് ബോക്സിലിട്ട് കൊടുക്കാം. അപ്പോൾ അവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് മാങ്ങ അരിഞ്ഞ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് കഴിക്കാനൊന്നും എന്തായാലും സമയമായിട്ടില്ല. അപ്പോൾ വിശക്കുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചാൽ കുളിച്ചതൊക്കെ അല്ലേന്ന് വെച്ചിട്ട് വേഗം അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.